1983 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ കേരളത്തിലെ ശ്രീനാരായണീയരെ സാമാന്യമായി ഊശിയാക്കി വിട്ട ഒരു സംഭവമുണ്ട്. ശ്രീനാരായണീയർ മുഴുവനും ഭാഗവാഹിത്വം വഹിച്ചിരുന്നില്ല, അവർക്ക് എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് എന്നും പറയാൻ പറ്റിയില്ല. ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയും സമാധിയും കേരള സംസ്ഥാന സർക്കാരിന് എല്ലാ വർഷവും അവധി ദിവസമാണ്. അതേ മാതൃകയിൽ രാജ്യത്താകമാനം ഇതൊരു അവധിയാക്കി മാറ്റണം എന്നൊരാവശ്യം അന്ന് ശിവഗിരി മഠാധിപതിയായിരുന്ന സ്വാമി ശാശ്വതികാനന്ദ അവർകൾ മുന്നോട്ട് വച്ചു. കരുണാകരൻ്റെ വലിയ അടുപ്പക്കാരനാണ് ശാശ്വതികാനന്ദ സ്വാമി. പക്ഷേ ഇങ്ങനൊരു ഒരാവശ്യം മുന്നോട്ട് വച്ചപ്പോൾ കരുണാകരന് കച്ചട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലായി. ഇത് അവധിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിലുള്ള ആളുകൾക്കുള്ള പോലുള്ള ആരാധന കേന്ദ്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മാത്രമല്ല ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. അവർക്കൂടി ബോധ്യപ്പെട്ടാലേ കാര്യം നടക്കുകയുള്ളൂ. കരുണാകരന് ഇന്ദിരാഗാന്ധിയുടെ മേലെ വലിയ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും ഇതുപോലൊരു കാര്യം നടത്തിയെടുക്കാനുള്ള ത്രാണിയൊന്നും പുള്ളിക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്ദിരാഗാന്ധി വഴങ്ങുകയുമില്ല. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ അതേസമയത്ത് ശാശ്വതികാനന്ദ സ്വാമികളെ പിണക്കാനും പറ്റുകയില്ല. ഈ ശാശ്വതികാനന്ദ സ്വാമികളെ കൂട്ടി കരുണാകരൻ ഡൽഹിയിലെത്തി ഇന്ദിരാഗാന്ധിയെ കണ്ട് കാര്യം പറഞ്ഞു. ഇന്ദിരാഗാന്ധി കരുണാകരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മിസ്റ്റർ കരുണാകരൻ, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇന്ത്യ രാജ്യത്ത് എത്ര സന്യാസിമാരുണ്ട്, എത്ര മഹർഷിമാരുണ്ട്, എത്ര സന്തുകളുണ്ട്, എത്ര പുണ്യപുരുഷന്മാരുണ്ട്. ഇവരുടെയൊക്കെ ജയന്തി സമാധി അവധിയായി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. സർക്കാർ ഓഫീസുകൾ മിക്കവാറും എല്ലാ ദിവസവും പൂട്ടിയിട്ടുണ്ടായിട്ട് വരും. അതുകൊണ്ട് ഇതൊന്നും നടപ്പില്ല എന്ന് പറഞ്ഞു. കരുണാകരനാണല്ലോ പോയി. പുള്ളി അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നു. പത്രക്കാർ ചോദിച്ചു, എന്തായി? കരുണാകരൻ പറഞ്ഞു, ഇത്തവണ സമാധി അവധി ദിവസമാക്കാമെന്ന് ഇന്ദിരാജി സമ്മതിച്ചിട്ട് ജയന്തിയുടെ കാര്യം അടുത്ത കൊല്ലം ആലോചിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമായി. കേരളമുതിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. ശ്രീനാരായണ ഗുരു സമാധി കേന്ദ്രം അവധിയാക്കി. ഇത് കഴിഞ്ഞ് പിന്നത്തെ കൊല്ലത്തെ കലണ്ടർ വന്നപ്പോഴാണ് വിവരം മനസ്സിലായത്. 1984 ഈ ശ്രീനാരായണ സമാധി ദിവസം, അതായത് സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അല്ലെങ്കിലും അവധിയാണല്ലോ. കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ലോകമെമ്പാടും അവധിയായി. അത് കലണ്ടർ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. കാരണം ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റും മറ്റ് സൗകര്യങ്ങളൊന്നും അന്നില്ല. അടുത്ത വർഷത്തെ അവധി ദിവസങ്ങൾ ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വർഷത്തെ കലണ്ടർ കിട്ടിയാലേ വിവരം അറിയുള്ളൂ. മിക്കവാറും ഡിസംബർ മാസത്തിലെ കലണ്ടർ വരും. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഏമാറ്റി കരുണാകരൻ രക്ഷപ്പെട്ടു. അടുത്ത കൊല്ലമായപ്പോഴത്തേക്ക് ആളുകൾ ഇത് മറന്നുപോയി. മാത്രമല്ല ഇന്ദിരാഗാന്ധി വെടിയേറ്റും മരിക്കുകയും ചെയ്തു. പിന്നെ അതൊരു വിഷയമല്ലാതായി. ഇന്ന ദിവസം വരെ ശിവഗിരി മഠമാവട്ടെ SNDP യോഗമാവട്ടെ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭരണാധികാരികൾ പണ്ടുണ്ടായിരുന്നു, കരുണാകരൻ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് ഓർത്തത് നമ്മുടെ VD സതീശൻ കഴിഞ്ഞ ദിവസം ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് കുട്ടനാട് താലൂക്കിൽ ഒരു അവധി കൊടുക്കണം എന്ന ആവശ്യം കുട്ടനാട് MLA റജി ചെറിയാൻ മുന്നോട്ട് വെച്ചപ്പോൾ അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം, അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹത്തോട് നിയമസഭയിൽ പറയുകയും തൻ്റെ സീറ്റിലിരുന്നതിന് ശേഷം ഒരു കാരണവശാലും കൊടുക്കുകയില്ല എന്ന് സ്വകാര്യമായിട്ട് അടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുകയും ചെയ്തു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാത്രമേ കേൾക്കുകയുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ രന്ധ്രാന്വേഷിയായ നമ്മുടെ റാന്നി MLA, റാന്നിയല്ല കോന്നി MLA ജനീഷ് കുമാർ ഇത് കേൾക്കുകയും അത് മൈക്കിലൂടെയാണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ട് നിയമസഭയുടെ ഈ റെക്കോർഡിങ്ങിൽ, സഭ TV റെക്കോർഡിങ്ങിൽ ഇത് വന്നു. അത് വച്ചിട്ട് VD സതീശൻ വാക്കിന് വ്യവസ്ഥയില്ലാത്തവരാണ്, നിയമസഭയെ തന്നെ അവഹേളിക്കുന്ന ആളാണെന്നും റജി ചെറിയാനെ ഏമാത്തുകയാണ് ചെയ്തത്, കുട്ടനാട്ടിൽ മൊത്തം ആളുകളെ പുള്ളി ഊശിയാക്കിയെന്നും അടിച്ചു വിട്ടു. അപ്പോൾ ഇത് കേട്ടവർക്കൊക്കെ വലിയ വിഷമമുണ്ടായി. കാരണം എന്ന് വെച്ചാൽ റജി ചെറിയാൻ മാത്രമല്ല, അദ്ദേഹം വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വേണ്ടി ഈ സീറ്റ് തിരിച്ചു പിടിച്ച ആളാണ്. മാത്രവുമല്ല കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടുകാരിലെ ഹൃദയവികാരമാണ് വള്ളംകളി. വള്ളംകളിയുടെ കാര്യത്തിൽ അവർ ഒരു വിട്ടുപിടിച്ചേ ചെയ്യില്ല. തൃശ്ശൂർക്കാർക്ക് പൂരം പോലെയാണ് ഈ കുട്ടനാട്ടുകാർക്ക് വള്ളംകളി കേവലം ഒരു കായിക വിനോദമോ ഒരു കലാപരിപാടിയോ മത്സര ഇനമോ അല്ല. അതിനേക്കാൾ ഉപരി ഓരോ കുട്ടനാട്ടുകാരൻ്റെ ഹൃദയത്തിൽ ഒരു ചുണ്ടൻ വള്ളമുണ്ട്. ഓരോ കരക്കാർക്കും അവരുടെ അഭിമാന താരമായിട്ടുള്ള ഒരു വള്ളമുണ്ട്. ഈ വള്ളത്തിൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ കരക്കാരാണ്. അതിൽ നായന്മാരുമുണ്ട്, നസ്രാണികളുമുണ്ട്, ഈഴവരുമുണ്ട്, മറ്റെല്ലാ സമുദായക്കാരുമുണ്ട്. അത് സമുദായത്തിന് അതീതമായ, രാഷ്ട്രീയത്തിന് അതീതമായൊരു വികാരമാണ് ചുണ്ടൻ വള്ളം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. മൂലം വള്ളംകളിയിലാണ് ഈ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. അതിനൊരു പ്രാദേശിക അവധി കൊടുക്കാതിരിക്കുകയും ചെയ്യാം.
പക്ഷേ ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും കൊടുക്കുകയില്ല എന്നൊരു സ്വകാര്യ അഭിപ്രായം മുഖ്യമന്ത്രി പങ്കുവച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരം എന്ന് പറയാം. അദ്ദേഹം റെജി ചെറിയാനെ മാത്രമല്ല, കുട്ടനാട്ടിലെ ഓരോ വള്ളംകളി പ്രേമിയും കൂടി അവഹേളിച്ചു എന്നൊരു തോന്നൽ നാട്ടുകാരുടെ ഇടയിലുണ്ടായിട്ട് അതനുസരിച്ചുള്ളൊരു പ്രതിഷേധവും അവിടെ അരങ്ങേറുന്നുണ്ട്. എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വള്ളംകളി പ്രേമികളോട് മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല. പരിശോധിക്കാം, പരിഗണിക്കാം, അടുത്ത കൊല്ലം ആലോചിക്കാം എന്ന് പറഞ്ഞെങ്കിൽ കാരണവരും പറഞ്ഞ പോലെ ഒരു പരിഹാരം അതിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതിന് പകരം ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു അഭിപ്രായം പരസ്യമായിട്ട് പറയുകയും അത് റെക്കോർഡാവുകയും അത് ബഹുജന സമക്ഷത്തിൽ അറിയപ്പെടുകയും ചെയ്തപ്പോൾ രണ്ട് തരത്തിൽ ഡാമേജായി. ഒന്ന്, കുട്ടനാട്ടുകാർക്ക് അത് വളരെ ഇൻസൾട്ടിംഗ് ആയി. അതിനേക്കാൾ ഉപരി കേരളത്തിലെ ബഹുജനങ്ങളുടെ ഇടയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രതിച്ഛായക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ഈ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും അതുപോലെയുള്ള വില്ലാളി വീരന്മാർ വീഴുന്ന സ്ഥലത്താണ് വി ഡി സതീശൻ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് മന്ത്രിയാകുന്നത്, ആദ്യമായിട്ടാണ് ഭരണാധികാരം പങ്കെടുത്ത ഒരു സ്ഥാനത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടത് അദ്ദേഹത്തിന് നല്ലതാണ്, സർക്കാരിന് നല്ലതാണ്, മുന്നണിക്ക് നല്ലതാണ്. മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം മോശമാകാതിരിക്കാനും അത് വളരെയധികം ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.